മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറയാണ്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ രണ്ട് വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ആ അധിക മനുഷ്യന്മാരും അവരധികം ആളുകളും അശ്രദ്ധവാന്മാരാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, രണ്ട് വലിയ അനുഗ്രഹങ്ങളോ മനുഷ്യ, ഓ യുവാക്കളെ, യുവതികളെ, അല്ലാഹു തന്ന അപാരമായ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതകാലം മുഴുവനും ചിന്തിച്ചാലും ഒരിക്കലും അതിന്റെ അപ്പുറത്തേക്ക് എത്താൻ കഴിയാത്ത രൂപത്തിൽ വലിയ അനന്തമായ അനുഗ്രഹം ലഭിച്ചവരാണ് മനുഷ്യന്മാരാകുന്ന നമ്മള്. വളരെ മനോഹരമായ ഒരു സുന്ദരമായ ഒരു വീട്, ആ വീടിന്റെ മുമ്പിലതാ ഒരു നല്ലൊരു കസേരയിട്ടിരിക്കുകയാണ്. ആ കസേരയുടെ മുകളിൽ നല്ല ഒരു ആ വീട്ടുകാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അയാളുടെ അതിമനോഹരമായ വീട്, ആ വീടിന്റെ താഴെയതാ അതിമനോഹരമായ ഒരു കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. ആ വീട്ടിന്റെ മുറ്റത്ത് അതാ ഒരുപാട് മക്കളിങ്ങനെ ഓടിക്കളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മക്കളാണ്. കാണാൻ നല്ല ചന്തമുള്ള ഭാര്യയാണ്. എല്ലാ അനുഗ്രഹങ്ങളും അയാൾക്കുണ്ട്. ആ ആനന്ദങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഒരു യാചകനായ ഒരു മനുഷ്യൻ ആ വീട്ടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണോ, മനുഷ്യ, അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ അത് വല്ലാത്ത അനുഗ്രഹമാണ്. കാണാൻ എന്ത് അഴകുള്ള വീടാണ്, സുബ്ഹാനല്ലാഹ്, എത്രമാത്രം സൗകര്യമുള്ള വാഹനമാണ്, എന്തൊരു അഴകുള്ള ഗാർഡൻ സിസ്റ്റങ്ങൾ നിന്റെ വീട്ടിന്റെ മുറ്റത്ത് തയ്യാർ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല അഴകുള്ള ചന്തമുള്ള മക്കളെ വീട്ടിന്റെ മുന്നിൽ ഓടിക്കളിക്കുന്നുണ്ടല്ലോ. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ആ റബ്ബിനെ നന്ദി ചെയ്തുകൊണ്ട് ഈ സാധുവായ യാചകനായ എന്നെയൊന്ന് നിങ്ങൾക്ക് സഹായിച്ചുകൂടെ? അപ്പോഴാണ് വീട്ടുകാരൻ ചോദിക്കുന്നത്, അല്ല മോനെ, എന്റെ ഈ വീടും ഈ കാറും ഈ സൗകര്യങ്ങളുമെല്ലാം നിനക്ക് ഞാൻ പകരമായി തരാം. നിനക്ക് അല്ലാഹു തന്ന ഒരു അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹം ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ ഈ മുഴുവൻ അനുഗ്രഹങ്ങളും നിനക്ക് ഞാൻ തിരിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, ഈ യാചകനായ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഇത്രയും നല്ല സൗകര്യമുള്ള ഒരു മനുഷ്യനില്ലാത്ത എന്ത് അനുഗ്രഹമാണ് റബ്ബേ നീ എനിക്ക് തന്നത് അല്ലാഹ്. അപ്പോഴാണ് ആ വീട്ടുകാരൻ പറയുന്നത്, മോനെ, ഞാൻ ഈ സൗകര്യങ്ങളും ഈ ആനന്ദങ്ങളുമെല്ലാം എനിക്കുണ്ടെങ്കിലും എന്റെ കണ്ണുകൊണ്ട് എനിക്ക് വീട് കാണാൻ കഴിയുന്നില്ല, എന്റെ മക്കളെ കാണാൻ കഴിയുന്നില്ല, എന്റെ കാറ് കാണാൻ കഴിയുന്നില്ല, എന്റെ ഭാര്യയെ കാണാൻ കഴിയുന്നില്ല, എന്റെ സൗകര്യങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബ് ഈ വീട് കാണാനും എന്റെ സൗകര്യങ്ങൾ കാണാനും നിനക്ക് നല്ല കണ്ണ് തന്നുവല്ലോ. ആ കണ്ണാകുന്ന അനുഗ്രഹം നീ എനിക്ക് തിരിച്ചു തന്നാൽ എന്റെ ഈ മുഴുവൻ അനുഗ്രഹങ്ങളും നിനക്ക് ഞാൻ തിരിച്ചു തരാം.
നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന അപാരമായ അനുഗ്രഹം. ഞാൻ ഇവിടെ വന്നപ്പോ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു. ഈ നാട്ടിലെ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ്. എന്തൊരു നല്ല രസമുള്ള ഭക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മള് നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്. പക്ഷേ ആ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ഒരു ദിവസം ബാത്റൂമിൽ ചെന്നിട്ട് സുഭിക്ഷമായി കഴിച്ച ഭക്ഷണം അല്ലാഹു തരുന്ന കഴിവ് കൊണ്ട് ഒരു വിഷമവുമില്ലാതെ നമ്മൾ പുറന്തള്ളുകയാണ്. കുടിച്ച വെള്ളമതാ മൂത്രമൊഴിക്കുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ബാത്റൂമിൽ ചെന്നപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്റെ ശരീരത്തിൽ നിന്ന് മനോഹരമായി അത് പുറത്തേക്ക് പോക്കാൻ സഹായിച്ച അല്ലാഹ്, നിനക്ക് സ്തുതി റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. എന്നാൽ ബാത്റൂമിൽ ചെന്നിട്ട് രണ്ടിന് വേണ്ടി നമ്മൾ അതിന്റെ വേണ്ടി ബാത്റൂമിലേക്ക് ചെന്നാൽ ഒരുപക്ഷേ ആ വലിയ സുന്ദരമായ കാര്യം നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ ഒരു നിമിഷമെങ്ങാനും വയറ്റിന്റെ അകത്തങ്ങ് കെട്ടിക്കിടന്നാൽ, ഓ മനുഷ്യ, ചെറുപ്പക്കാരാ, പെങ്ങളെ, എത്ര വലിയ പ്രയാസമാണ്. നമ്മെയും കൊണ്ടുപോകൂലേ മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ കാസർഗോഡ് ടൗണിലുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മളെയും എടുത്തു കൊണ്ടുപോവുകയാണ്. ആ വേവലാതി ആരോട് പറയാനാണ്? ആ ദുഃഖം ആരോട് പറയാനാണ്? ആ വേദന ആരോട് പറയാനാണ്? അല്ലാഹു തന്ന അപാരമായ അനുഗ്രഹമാണ്. എന്നാൽ ആ റബ്ബ് തന്ന അപാരമായ ഒരു അനുഗ്രഹങ്ങളില് രണ്ട് കാര്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ഒരു അനുഗ്രഹം അല്ലാഹു തന്ന ആരോഗ്യമാണ്. നല്ല ആരോഗ്യമല്ലേ? നല്ല ശരീരമല്ലേ? നല്ല ആഫിയത്തല്ലേ? നല്ല ആരോഗ്യമല്ലേ? സുബ്ഹാനല്ലാഹ്, എന്തിനും ചെയ്യാനുള്ള, ഏത് പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള തന്റെ ഇടമുള്ള സമയമാണ് യുവത്വ സമയം എന്ന് പറയുന്നത്. അല്ലാഹു തന്ന അപാരമായ അനുഗ്രഹമാകുന്ന ആരോഗ്യം. രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്നറിയോ? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. പക്ഷേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധികം ആളുകളും ആ വിഷയത്തിൽ അശ്രദ്ധവാന്മാരാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞ ഈ വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സമയങ്ങളാണ്, സന്ദർഭങ്ങളാണ്. അല്ല തന്ന ആരോഗ്യം അത് വെറുതെ, അല്ല തന്ന സമയം അത് വെറുതെ ചെലവഴിക്കാനുള്ളതല്ല. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാനുള്ളതാണ്. അത് നന്മക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. അത് വേദനിക്കുന്നവരുടെ വേദനകളെ ഒപ്പാനുള്ളതാണ്. അത് വിഷമിക്കുന്നവരുടെ വിഷമങ്ങളെ മാറ്റാനുള്ളതാണ്. അതേ, അതുകൊണ്ട് നമ്മുടെ സമയം അത് വെറുതെ കളയരുതേ. ഒരു പക്ഷേ നാളെ ഈ സമയമാകുമ്പോ, ഞാൻ പ്രഭാഷണം ഏറ്റെടുത്ത സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അവിടെ നാളെ ഈ സമയമാകുമ്പോ എഴുന്നേറ്റു നിൽക്കാൻ സാധുവായി എനിക്ക് കഴിയുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. നാളെ ഈ സമയമാകുമ്പോ ആരുടെ ജനാസ നിസ്കാരം നടന്നിട്ടുണ്ടാകുമെന്ന് പറയാൻ കഴിയൂല. ആരുടെ പേരില്
ആരുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മൂടുകല്ല് വെച്ചിട്ട് അതാ മുകളിൽ മണ്ണിട്ട് മൂടിപ്പോയിട്ടുണ്ടാകുമെന്നറിയാൻ കഴിയൂല. അല്ലാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, അത് റബ്ബിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന് വേണ്ടി നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ യുവത്വത്തെ ചെലവഴിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങള് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ചെന്ന് സ്വഹാബത്ത് ചെന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. ഓ നബിയേ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ജനങ്ങൾ ആരാണ് നബിയേ? അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ഏതാണ് നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അഹബ്ബുന്നാസി ഇലല്ലാഹ്. അല്ലാഹുവിന് ഇഷ്ടമായ ഏറ്റവും നല്ല കാര്യമുണ്ടല്ലോ, അതേ ആരാണ് ആ ജനങ്ങൾ എന്നറിയോ? അതേ മനുഷ്യന്മാരുടെ കൂട്ടത്തില് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യന്മാർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരാണ്. ഓ യുവാക്കളെ, അല്ലാഹു തന്ന ആയുസ്സുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടണം, അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ഒരു മനുഷ്യനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. യുവത്വ സമയം അടിച്ചു പൊളിച്ച് സിനിമയും കണ്ട് സീരിയലും കണ്ട് അതേ ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും ഗ്രൗണ്ടുകളിൽ തളച്ചിടാനുള്ളവരല്ല, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാനുള്ള സമയങ്ങളാണ്. അതെ, നമ്മുടെ നല്ല പ്രായമുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, ഏറ്റവും നല്ല അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം എന്താണ്? മുത്തു റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ, അവന്റെ ഖൽബിനെ നല്ല സമാധാനം നൽകലാണ്. അവന്റെ ഖൽബിന് നല്ല സമാധാനം നൽകലാണ്, നല്ല വർത്തമാനങ്ങൾ പറയലാണ്, നല്ല രീതിയിൽ അവനിക്ക് വേണ്ട കാര്യങ്ങളെ ചെയ്തു കൊടുക്കലാണ്. ഔ തക്ശിഫു അൻഹു ഖുർബാ, അവന്റെ വേദനകളെ മാറ്റിക്കൊടുക്കലാണ്. ഔ തഖ്ദീ അൻഹു ദൈനാ, അതേ നമ്മുടെ സഹോദരൻ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാണോ, അവന്റെ കടം തീർത്തു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലാണ്. ഔ തത്റുദു അൻഹു ജുആ, നമ്മുടെ സഹോദരങ്ങള് അവരേത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, ഓ യുവാക്കളെ, വിശക്കുന്നവനാണോ, ആ വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കലാണ്. മാഖിൻ ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫാ ഫീ ഹാദൽ മസ്ജിദി യഅനി മസ്ജിദൽ മദീനത്തി ഷഹ്റാ. അതേ, സ്വന്തം സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറടലും അതിനു വേണ്ടി പ്രവർത്തിക്കലുമുണ്ടല്ലോ. സ്വാന്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടല്, സാധുക്കളായ ആളുകൾക്ക് പരിചരണമാകല്. അതേ, നമ്മൾ നടന്നു പോകുമ്പോ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനത് അയാള് വിഷമിക്കുന്നെങ്കിൽ അയാളെ കയ്യും പിടിച്ച് കൊണ്ടുപോകല്. റോഡ് മുറിച്ച് കിടക്കാൻ കഴിയാത്ത ഏതെങ്കിലും വൃദ്ധന്മാരുണ്ടെങ്കിൽ അവരെ റോഡ് കടത്തി കൊടുക്കല്. അതേ, നല്ല ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധനായ അമ്മയാവട്ടെ ഉമ്മയാവട്ടെ ഏത് മനുഷ്യനായാലും അവരെ കാണുന്ന സമയത്ത് എഴുന്നേറ്റിട്ട് ആ സീറ്റ് കൊടുക്കല്. അതെല്ലാം
അതേ പാവപ്പെട്ടവരുടെ വേദനകളൊപ്പല് എന്റെ മദീന പള്ളിയിലെ മാസങ്ങളോളം ഇരിക്കുന്നതിനേക്കാളും എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹ് മദീന പള്ളിയിൽ ഇരിക്കാൻ അതേ മദീനയിലേക്ക് ചെല്ലണമല്ലോ. എത്രയായിരം രൂപ നമ്മൾ ചെലവഴിക്കണം. ആ മദീന പള്ളിയിൽ ഇരിക്കുന്നവർക്കുള്ള കൂലി എന്താണ്, പുണ്യം എന്താണ്? അതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ള കാര്യം സാധുക്കളായ പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കലാണ്. ഓ യുവത്വമേ, ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വേദികളില്, അതുപോലെ ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടുകളില്, അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളില് ഏതെങ്കിലും ഒരു രാത്രിയുടെ കൂരിട്ടിലിരുന്ന് വെറുതെ സമയം ചെലവഴിക്കേണ്ടവരാണോ? അല്ല അല്ല, അല്ലാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ടവരാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെയാണ് മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠങ്ങളുണ്ട്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്നും അല്ല എന്നുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഭൂരിഭാഗം മഹാന്മാരായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി അവിടുന്ന് ഒരു പ്രവാചകനാണ്, ഒരു നബിയാണ്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ മഹത്വമുള്ളയാളാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാമിന്റെ പേരിലുള്ള അധ്യായമാണ്. ആ ലുഖ്മാൻ നബി അലൈഹിസ്സലാം സ്വന്തം മകനെ വിളിക്കുകയാണ്, ഓ രക്ഷിതാക്കളെ, നമുക്കും ചില പാഠങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. മക്കളോട് നല്ല നിലക്ക് പെരുമാറണം. അവന് യുവാവാവട്ടെ യുവതിയാവട്ടെ, അവരുടെ ബിഹേവിയറുകള്, അവരുടെ ആഗ്രഹങ്ങള്, അവരുടെ ചിന്തകള്, അത് തിരിച്ചറിയാനുള്ള കഴിവ് രക്ഷിതാക്കൾക്ക് വേണം. ആ തിരിച്ചറിവിലൂടെയാണ് നമ്മുടെ മക്കള് നന്നാകുന്നത്. സുബ്ഹാനല്ലാഹ്, കടിച്ചു കീറുന്ന സ്വഭാവത്തിന്റെ ഉടമകളാകരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. വന്ന് പരാതി പറയാണ്, ഉപ്പാ, എന്നോട് ആയിഷ ഉമ്മ പറയുകയാണ്. എന്താണ് ആയിഷ ഉമ്മ പറഞ്ഞത് എന്നറിയോ? ഫാത്തിമ, നിന്റെ ഉമ്മയായ ഖദീജയുണ്ടല്ലോ, ആ ഖദീജയെക്കാളും നിന്റെ ബാപ്പാക്ക് സ്നേഹം എന്നോടാണ് മോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് മനസ്സിൽ ഒരു ചെറിയ വിഷമം വന്നുപോയി. എന്റെ ഉപ്പക്ക് എന്റെ ഉമ്മയെക്കാളും ആയിഷ ഉമ്മയോടാണോ സ്നേഹം? നേരെ വരികയാണ് മുത്തുനബിയുടെ മുന്നിലേക്ക്. അതേ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഉപ്പ, അതേ അങ്ങേക്ക് സ്നേഹം ഖദീജ ഉമ്മയെക്കാളും എന്റെ ഉമ്മയെക്കാളും ആയിഷ ഉമ്മയോടാണോ? എന്താണ് ഫാത്തിമ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ഫാത്തിമ മോള് പറയാണ്, യാ റസൂലല്ലാഹ്, എന്നോട് ആയിഷ ഉമ്മ പറഞ്ഞതാണ്. എന്താണ് ആയിഷ ഉമ്മ അതിന് കാരണമായി പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു മകൾ സംസാരിക്കുകയാണ്. ചില രക്ഷിതാക്കൾക്കൊരു ധാരണയുണ്ട്, ചില ഉമ്മമാർക്കൊരു ധാരണയുണ്ട്, എന്റെ മക്കള് എന്നോട് പറയാൻ പറ്റുന്ന വിഷയങ്ങളെ പറയാവൂ. ചില രക്ഷിതാക്കളുടെ ധാരണ, സ്വന്തം മക്കള് അതേ ബാപ്പയെ കാണുമ്പോ മുന്നിലേക്ക് വരുമ്പോ അപ്പുറത്തൂടെ ഓടിപ്പോയാൽ മാത്രമേ മക്കളും ബാപ്പയും തമ്മിലുള്ള സ്നേഹം നന്നാകൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല അല്ല, അവരുമായി കൂടുതൽ ഇടപഴകണം. മക്കളുമായി സംസാരിക്കുവാനും അവരുമായി കൂടുതൽ ഇടപഴകുവാനും അവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അവരുടെ ആഗ്രഹങ്ങൾ അറിയാനും അവര് വന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോ അതിന് പരിഹാരം നൽകാനും ഓ രക്ഷിതാക്കളെ നമ്മൾ സമയം കണ്ടെത്തണേ. ആയിഷ ഉമ്മ പറയാണ് ഫാത്തിമ മോളോട്, മോളെ ഫാത്തിമ, നിന്റെ ബാപ്പാക്കുണ്ടല്ലോ ആദ്യമായൊരു കന്യകയായ
പെണ്ണിന് ലഭിച്ചത് എന്നെയാണേ. നിന്റെ ഉമ്മ 2 കല്യാണം കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് നിന്റെ ബാപ്പ മുത്തതിയെ ഖദീജ ഉമ്മയെ കല്യാണം കഴിച്ചത്. മറ്റുള്ള എല്ലാ ഭാര്യമാരും മുമ്പ് കല്യാണം കഴിഞ്ഞവരാണ്. ഞാനാണെങ്കിലോ മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ കന്യകയാണേ. അതുകൊണ്ട് നിന്റെ ബാപ്പയ്ക്ക് അതേ ആദ്യമായൊരു കന്യകയായ പെണ്ണായി കിട്ടിയത് എന്നെയാണ്. അതുകൊണ്ട് നിന്റെ ഉമ്മയെക്കാളും നിന്റെ ബാപ്പാക്ക് സ്നേഹം എന്നോടാണ് ഫാത്തിമ. ബാപ്പയോട് ചെന്ന് ആവലാതി പറയാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു പോകും, ഇതെങ്ങനെയാണ് പറയുക? ഇതൊരു ബാപ്പയും മകളും നടത്തേണ്ട സംഭാഷണമാണോ? അവിടെയാണ് ഹബീബായ കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. ഫാത്തിമ ബീവി ചെന്ന് പറയാണ്, ഉപ്പാ, അതേ സ്വന്തം ഉമ്മയായ ഖദീജ ഉമ്മയെക്കാളും ആയിഷ ഉമ്മയോടാണോ നിങ്ങൾക്ക് സ്നേഹം? അള്ളാന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, എന്നെ ആദ്യമായി ലഭിച്ചത് ഖദീജ ഉമ്മക്കല്ലേ മോളെ? ആയിഷ ഉമ്മക്ക്, ആയിഷ എളാമക്ക് എന്നെ ലഭിച്ചത് പലരും എന്നെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ്. അതേ ഫ്രഷായി എന്നെ കിട്ടിയത് ഖദീജ ഉമ്മക്കല്ലയോ മോളെ? അതുകൊണ്ട് നിന്റെ ഉമ്മയോടാണ് എനിക്ക് കൂടുതൽ സ്നേഹമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെയാണ് ഒരു ബാപ്പയിൽ നിന്നോ ഒരു മക്കളിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ രക്ഷിതാക്കൾക്ക് ഒരുപാട് കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വരട്ടെ, സ്വന്തം മക്കളെ ഉപദേശിക്കണം. ഉപദേശിക്കേണ്ട പ്രായത്തിൽ ഉപദേശിക്കണം. സമയം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആധുനിക യുവത്വത്തിന്റെ അവസ്ഥ എന്താണ്? നല്ലവരായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ജീവിതത്തിന്റെ സുന്ദരമായ യുവത്വകാലം ഹറാമിലായി ചെലവഴിക്കുകയാണ്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം മോനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, ഓ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി അൽ ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അതേ മോനെ, ഏത് സ്ഥലത്ത് നീ എന്ത് ഒളിപ്പിച്ചാലും എല്ലാ വിഷയങ്ങളും ഒരു കടുക് മണിയുടെ തൂക്കം പോലും എല്ലാം അറിയുന്നുണ്ട് മോനെ. അല്ലാഹ് അത് ഏത് പാറക്കെട്ടിനുള്ളിലോ ആകാശങ്ങൾക്കുള്ളിലോ ഭൂമിയുടെ ഏത് അകത്തളങ്ങളിൽ നീ ഒളിപ്പിച്ച് വച്ചാലും അതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് യജമാനനായ റബ്ബ്. എല്ലാം അറിയുന്നുണ്ട് അല്ലാഹ്. നാഥനായ റബ്ബ് മുഴുവനും കാണുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും അറിയുന്നുണ്ട്. നിശബ്ദതയുടെ നിശായാമങ്ങളിൽ ഏതെങ്കിലും ഒരു ഇരുട്ടറയിലിരുന്ന് എന്തെങ്കിലും വൃത്തികേടുകൾ കണ്ടാൽ അത് നാഥനായ റബ്ബ് അറിയുന്നില്ല എന്ന് നമ്മൾ ധരിക്കരുത്. അത് റബ്ബ് കാണുന്നുണ്ട്, അത് റബ്ബ് അറിയുന്നുണ്ട്. ആ റബ്ബ് എല്ലാം എഴുതി വെക്കുന്നുണ്ട്. മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 മലക്കുകളുണ്ട്. രോഗിയായ ഒരു രോഗിയുടെ തേങ്ങല് വരെ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാം എഴുതി വെക്കുന്നുണ്ട്.
മൊബൈൽ ഫോണുകളിലിരുന്ന് രാത്രിയുടെ നിശബ്ദതയുടെ യാമങ്ങളില് ഹറാമ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ. വീട്ടിന്റെ അകത്തളങ്ങളിലെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച മൊബൈൽ ഫോണാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങാടികളിലിരുന്ന്, ഏതെങ്കിലും പീഡിക തിണ്ണകളിലിരുന്ന്, ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലിരുന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് കാണുന്ന വൃത്തികേടുകളുണ്ടല്ലോ, ബ്ലൂ ഫിലിമുകളുണ്ടല്ലോ, തോന്നിവാസങ്ങളുണ്ടല്ലോ, സിനിമയുണ്ടല്ലോ, അന്യ പെണ്ണിന്റെ നഗ്നതകളുണ്ടല്ലോ, ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ട് ആസ്വദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഒരു നല്ല പെണ്ണിന്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോ ലൈക്കടിച്ച ലൈക്ക് അടയാളങ്ങളുണ്ടല്ലോ. മോനെ മോളെ, നിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരു സംശയവുമില്ല. എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നവനാണ് യജമാനനായ അല്ലാഹ്. ആ ഏടുകൾ നൽകപ്പെടുന്നൊരു ദിവസമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് എന്റെ ഏടുകളാണോ എന്ന് ചോദിച്ച് വിലപിക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു ഹറാമുകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അപാരമായ തൗഫീഖ് നാഥനായ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഏത് വലിയ കടലിന്റെ അകത്തളങ്ങളിൽ കഴിയുന്ന മത്സ്യത്തിന്റെ ചലനം മുതല് മരുഭൂമികളിൽ കിടക്കുന്ന ചെറിയ ഉറുമ്പിന്റെ ചലനങ്ങൾ വരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹ്. ആ റബ്ബ് എല്ലാം കാണുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം. അത് ഉണ്ടായാൽ ഒരു ഹറാമും നോക്കാൻ എന്റെ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, നമുക്ക് മനസ്സ് വരികയില്ല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. മഹ്ശറയിൽ ഒരു വിഭാഗം ആളുകൾ വരും. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതേ പരിശുദ്ധമായ മക്ക ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയുടെയും യമനിന്റെയും ബോർഡറിൽ നിൽക്കുന്ന ഒരു മലയാണ് തിഹാമ എന്ന് പറയുന്ന പർവ്വതം. ആ പർവ്വതത്തിന് സമാനമായ നന്മകളുമായി നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷേ ആ കൊണ്ടുവരുന്ന അമലുകളുണ്ടല്ലോ, തിഹാമത്ത് ബീള, കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന വലിയ പർവ്വതമാണ്. ആ പർവ്വതത്തിന് സമാനമായ നന്മകളുമായി നാളെ മഹ്ശറയിലേക്ക് ചില യുവാക്കൾ വരികയാണ്, ചില മനുഷ്യർ വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഹബാഅൻ മൻസൂറാ, വിതറപ്പെട്ട ധൂളികളെ പോലെ, വെറും ഒന്നിനും കൊള്ളാത്ത ധൂളികളാക്കി ആ നന്മകളെ അല്ലാഹു മാറ്റിക്കളയുമെന്ന് കളവ് പറയാത്ത നാവുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതങ്ങ് പറഞ്ഞപ്പോ സൗഭാഗ്യങ്ങൾ വരികയാണ് മുത്തുനബിയുടെ അടുക്കലേക്ക്. ജല്ലിഹിം ലനാ സിഫുഹും ലനാ, നബിയേ അവരാരാണെന്ന് പറഞ്ഞു തരൂ നബിയേ. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, അവരാരാണെന്നറിഞ്ഞാൽ അവരിൽ നമുക്ക് പെടാതിരിക്കാമല്ലോ, അവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമല്ലോ നബിയേ. ഒന്ന് പറഞ്ഞു തരൂ നബിയേ, അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ധാരാളം നന്മകൾ ചെയ്തവരാണ്. പക്ഷേ ഇത്തഹിമീ, അവരുടെ അവസ്ഥ എന്താണെന്നറിയോ? അവരുടെ വേദനാജനകമായ അവസ്ഥ എന്താണെന്നറിയോ? കൂരിരുട്ടില്, ഒഴിവ് കിട്ടുന്ന സമയങ്ങളില്, ആരും കാണാത്ത സമയങ്ങളില്, ഏതെങ്കിലും കടൽക്കരയിലോ ഏതെങ്കിലും ഒരു പാറയുടെ മുകളിലോ ആരും ശ്രദ്ധിക്കാത്ത ഒടിഞ്ഞു നിൽക്കുന്ന സമയങ്ങളില് അവരതാ ഹറാമുകളിൽ അഭിരമിക്കുന്നവരാണ്, വൃത്തികേടുകളിൽ അഭിരമിച്ചവരാണ്, ഹറാമ് കണ്ടു നടന്നവരാണ്, തോന്നിവാസങ്ങൾ കണ്ടു നടന്നവരാണ്. അവര് നാളെ മഹ്ശറയിലെത്തുമ്പോ
അവരുടെ നന്മകൾ അല്ലാഹു വിതറപ്പെട്ട ധൂളികളെ പോലെ ഒന്നിനും കൊള്ളാത്തതാക്കി മാറ്റുകയാണ്. നഊദുബില്ലാഹ്, യുവത്വമേ നമ്മൾ അവരിൽ പെടാനുള്ളവരല്ല. ഈ കണ്ണ് ഹറാമ് കാണാനുള്ള കണ്ണല്ല, ഈ കണ്ണ് വൃത്തികേട് കാണാനുള്ള കണ്ണല്ല, ഈ കണ്ണ് തോന്നിവാസങ്ങൾ കാണാനുള്ള കണ്ണല്ല. ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണണം റഹ്മത്തുൽ ലിൽ ആലമീൻ, താജിദാറെ മദീന, നൂറേ മുജസ്സം, സയ്യിദുനാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള കണ്ണാണ് ഈ കണ്ണ്. അല്ലാഹുവിനെ കാണാനുള്ള കണ്ണാണ്. നാളെ സ്വർഗത്തിലെത്തിയാൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം അല്ലാഹുവിനെ കാണലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പറയട്ടെ ചെറുപ്പക്കാരെ, നല്ല സൂക്ഷ്മതയുള്ളവരാവണേ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. യുവത്വ സമയം അത് അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ അവസരം ലഭിക്കുന്നവർ അവർ വലിയ ഭാഗ്യവാന്മാരാണ്, ഒരു സംശയവുമില്ല. എത്രയെത്ര ചെറുപ്പക്കാരാണ് സുബ്ഹാനല്ലാഹ്, അവരുടെ സമയം മുഴുവനും അവര് നന്മകളിലായി ചെലവഴിക്കുകയാണ്. കർണാടകയിലുണ്ട് എനിക്ക് പരിചയമുള്ള ദേർലക്കട്ടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ എല്ലാ സമയവും മൊബൈലിലാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാ സമയവും ഈ ചെറുപ്പക്കാരൻ എന്തിനാ ഇങ്ങനെ മൊബൈൽ ഫോൺ നോക്കി നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും. അതാണല്ലോ കാലം. ഒരു 20 മിനിറ്റ് നേരം മൊബൈൽ ഫോൺ ഒരു സ്ഥലത്ത് അടക്കി വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ മൊബൈൽ ഫോണ് ഉപയോഗിക്കണ്ട എന്നല്ല, അല്ലെങ്കിൽ ആധുനിക പല സോഷ്യൽ മീഡിയകളും ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ആവശ്യമാണ്. പക്ഷേ ആ മൊബൈൽ ഫോൺ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്? അത് ഹറാമ് പറയാൻ വേണ്ടിയാകരുത്. കടുത്ത ഹറാമുകൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, കടുത്ത ഹറാമുകൾ കാണുകയാണ്. അത് കളവ് പറയാൻ വേണ്ടിയാവരുത്, അത് വൃത്തികേടുകൾ കാണാൻ വേണ്ടിയാകരുത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ എന്ത് ചെലവഴിച്ചാലും അതെല്ലാം നന്മയിലാണ്. ഈ ചെറുപ്പക്കാരന്റെ പണി എന്താണെന്നറിയോ? നല്ലവരായ ഒരുപാട് ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങള്, ഇന്നൊരു പ്രഭാഷണം നടന്നാൽ ആ ചെറുപ്പക്കാരൻ ഇന്ന് രാത്രി എവിടെയൊക്കെ ഏതൊക്കെ ഉസ്താദുമാര് പ്രഭാഷണം നടത്തുന്നുണ്ടോ അതെല്ലാം യൂട്യൂബിൽ ചെന്നിട്ട് അത് സുന്ദരമായി അയാൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടെല്ലാം മൊബൈൽ ഫോണുകളിലേക്കും അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാരാണ് നന്മയുടെ വിഷയത്തിൽ അവരുടെ യുവത്വം ചെലവഴിക്കുകയാണ്. എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരും യുവതികളും യുവാക്കളും അവരെ അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ ചില വർത്തമാനങ്ങളെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ വല്ലാത്തൊരു ദുരന്തം എന്താണെന്നറിയോ? സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ അതേ അവരുടെ പഴയകാല സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളാണ്, ക്ലാസ്മേറ്റ് ഗ്രൂപ്പുകളാണ്. വലിയ ദുരന്തമാണ് ഈ ക്ലാസ്മേറ്റ് ഗ്രൂപ്പുകൾ. ചെറിയ നിസ്സാരമായ കാര്യമല്ല. SSLCക്ക് ഒന്നിച്ച് പഠിച്ചവർ, +2 ഒന്നിച്ച് പഠിച്ചവർ, അവരൊന്നിച്ച് പഠിച്ചവരാണ്. ഒരുപക്ഷേ ആ +2 SSLCക്കോ പഠിക്കുന്ന സമയത്ത് അവരുടെ ബുദ്ധി കൂടുതൽ വികസിക്കാത്ത കാരണം കൊണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഒരു ചെറിയ സ്നേഹത്തിന്റെ അംശം അവരുടെ ഖൽബിൽ വന്നു പോയിട്ടുണ്ടാവാം. അതൊക്കെ മറന്നു. SSLCയും കഴിഞ്ഞു, +2 കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിപ്പോ ഏതോ ഒരു ഭർത്താവിന്റെ കൂടെ വീടുകളിൽ സുഖമായി കഴിയുകയാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് പണം കൊടുത്തയക്കുന്നു, അത് സുന്ദരമായി ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയാണ്. യാതൊരു അല്ലലോ അലട്ടലോ ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല, സുന്ദരമായി റീചാർജ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ക്ലാസ്മേറ്റ് ഗ്രൂപ്പിൽ അംഗമാവുകയാണ്. ഒരുപക്ഷെ ആദ്യമൊക്കെ ഈ ക്ലാസ്മേറ്റ് ഗ്രൂപ്പിലൂടെ
കൈമാറപ്പെടുന്നത് കഴിഞ്ഞകാല സുന്ദരമായ SSLCയുടെ +2 ജീവിതത്തിലെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളെ കുറിച്ചുമാണ്. അതെല്ലാം ആ സമയത്തെ സംസാരങ്ങളെല്ലാം ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടുനിന്നു എന്ന് വരാം. പിന്നെ ആരും ഗ്രൂപ്പിലേക്ക് വരുന്നില്ല. പിന്നെ എന്താണ് ഉണ്ടാകുന്നത്? പിന്നെ അതാ അവരുടെ ബന്ധങ്ങൾ വ്യക്തിപരമായ ചാറ്റിങ്ങുകളിലേക്ക് കിടക്കുകയാണ്. പഴയ ബാല ബന്ധങ്ങൾ പൊടിതട്ടിയെടുക്കുകയാണ്. എന്തിനാണ് ഈ അന്യ പുരുഷന്മാരായ ഈ അന്യ സഹോദരങ്ങളായ ആളുകൾ ആഡ് ചെയ്യപ്പെട്ട ഗ്രൂപ്പില് എന്തിനൊരു പെണ്ണ് നിൽക്കേണ്ട ആവശ്യം എന്താണ്? എന്തേ പെങ്ങളെ, എന്തിനാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ നിൽക്കേണ്ട ആവശ്യം എന്താണ്? എന്ത് നന്മയാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്? അള്ളാഹുവിന്റെ ദീന് നമുക്ക് അനുവദിച്ചതാണോ? സുബ്ഹാനല്ലാഹ്. വ്യക്തിപരമായ ബന്ധം ആരംഭിക്കുകയാണ്. കഴിഞ്ഞകാല ബന്ധങ്ങൾ പൊടിതട്ടിയെടുക്കുകയാണ്. അതിന്റെ പേരിൽ എത്രയെത്ര കുടുംബങ്ങളാണ് ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര കുടുംബങ്ങളാ. സ്വന്തം ഭർത്താവ് ഗൾഫിൽ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഈ സ്വന്തം ചെറുപ്പക്കാരനെ വീട്ടിൽ കാണും, ഈ സ്വന്തം ഭാര്യയെ വീട്ടിൽ കാണുന്നില്ല. മുള്ളേരിയക്കടുത്തൊരു സംഭവം നടന്നില്ലേ? നല്ല ഭർത്തൃമതിയായ പെണ്ണാണ്, നല്ല സുഖകരമായ കുടുംബ ജീവിതമാണ്. ആ ചെറുപ്പക്കാരൻ അവന്റെ അനുഭവം അതാ ടിവിയുടെ അല്ലെങ്കിൽ ചാനലുകാരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് ഇന്നും യൂട്യൂബിൽ നമുക്ക് കേൾക്കാൻ കഴിയും. 75,000 രൂപയാണ് ശമ്പളം. നാട്ടിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. സുഖസുന്ദരമായി 75,000 രൂപ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നാട്ടിലേക്ക് വരുമ്പോ ലക്ഷക്കണക്കിന് രൂപയുമായിട്ടാണ് വരുന്നത്. തിരിച്ചു പോകുമ്പോ കടക്കാരനായി പോകുന്നു. ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുപോകാത്ത ഒരു സ്ഥലങ്ങളുമില്ല. അയാൾ പറയാണ്, ഞാൻ ഗൾഫിൽ നിന്ന് വന്നാൽ എന്റെ കാറിൽ എന്റെ ഭാര്യയെയും കൊണ്ട് നാടായ നാട് നീളം മുഴുവനെ ഞാൻ ചുറ്റും. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ വർഷങ്ങൾ നീണ്ടു നിന്നപ്പോ ഈ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞകാല SSLCക്ക് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ. അന്നൊരു ചെറിയ സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹബന്ധം പൊടിതട്ടിയെടുക്കുകയാണ്. വ്യക്തിപരമായ ചാറ്റിങ്ങുകൾ ആരംഭിക്കുകയാണ്. വീട്ടിലേക്ക് വരികയാണ്. ഉമ്മ ചോദിക്കുന്നു, മോളെ ഇത് ആരാണ്? ഇതെന്റെ ക്ലാസ്മേറ്റാണ്. ക്ലാസ്മേറ്റായാൽ പിന്നെ സംസാരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് ചിന്തിക്കുകയാണ്. എവിടുന്ന് കിട്ടിയതാണ് പെങ്ങളെ ഈ സ്വാതന്ത്ര്യം? ഏത് ദീനാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്നത്? അള്ളാന്റെ ദീൻ ഈ സ്വാതന്ത്ര്യം തന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. 1.5 വയസ്സുള്ള സ്വന്തം മകനെ സ്വന്തം ഉമ്മയുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് ഉള്ള മുഴുവൻ സ്വർണവും എടുത്തിട്ട് ഈ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ വീട് വിട്ട് ഇറങ്ങിയില്ലേ? എത്രമാത്രം വലിയ ദാരുണാപരമായ വാർത്തകളാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടിതുണ്ടാകുന്നു എന്ന ചോദ്യമാണ്. അവിടെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. നമ്മുടെ ഉപയോഗം അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകണം. ഹറാമ് കാണാനല്ല, വൃത്തികേടുകൾ കാണാനല്ല, തോന്നിവാസങ്ങൾ കാണാനല്ല നമ്മുടെ കണ്ണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു ദിവസം ഒരു ഹറാമ് കണ്ടു എന്ന് കൂട്ടുക, അന്നത്തെ ദിവസം മുഴുവനും ടെൻഷനാണ്. നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങളൊന്ന് ഖുർആൻ എടുത്ത് നോതി നോക്ക്, എന്തൊരു ആനന്ദമായിരിക്കും മനസ്സിന്. എല്ലാ ടെൻഷനും മാറും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വീടിന്റെ അകത്തളിൽ ഇങ്ങിരുന്ന്, ഓ പെങ്ങളെ, ഓ ചെറുപ്പക്കാരാ, ഒരു അല്പസമയം ഒന്ന് ഖുർആൻ ഓതി നോക്ക്. എന്തൊരു ആനന്ദമായിരിക്കും അതിന്. മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. എല്ലാ സുബഹിക്കും മുമ്പ് എഴുന്നേറ്റിട്ട് ആ ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഗൾഫിൽ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷേ കമ്പനി അയാളോട് പറയാണ്, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, പോയിക്കോ. അയാളെ റിസൈൻ ചെയ്യുകയാണ്, അയാളെ ഒഴിവാക്കുകയാണ്.
നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം അയാള് നല്ല കണ്ണ് കാണുന്ന ചെറുപ്പക്കാരനായിരുന്നു. കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു അങ്ങ് തിരിച്ചെടുത്തു കളഞ്ഞു. ഓ സഹോദരങ്ങളെ, അല്ല തന്ന കണ്ണുണ്ടല്ലോ, അത് റബ്ബ് തന്ന കാഴ്ചയാണ്. അത് റബ്ബ് തിരിച്ചെടുത്താൽ പിന്നെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയൂല. ഈ ചെറുപ്പക്കാരൻ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് കരയുകയാണ്. എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നീ തിരിച്ചു തരണേ റബ്ബേ. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരൻ എന്തിനാണ് കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു ചോദിക്കുന്നത്? ഉമ്മയെ കാണാനാണോ? അല്ല. പ്രകൃതി കണ്ട് ആസ്വദിക്കാനാണോ? അല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈക്കിന്റെ മുകളിലിരുന്ന് അതിശീഘ്രം തന്റെ വാഹനം ഓടിച്ച് ആളുകളുടെ മുന്നില് വലിയ അഹങ്കാരത്തോടുകൂടെ യാത്ര ചെയ്യാനാണോ? അല്ല. പിന്നെ എന്തിനാണ് ആ ചെറുപ്പക്കാരൻ പാതിരാത്രിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരയുകയാ, റബ്ബേ എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നീ തിരിച്ചു തരണേ അല്ലാഹ്. ആ ചെറുപ്പക്കാരൻ കരയുന്നത്, അല്ലാഹുവേ 25 വർഷം നല്ല കണ്ണുകൊണ്ട് ഞാൻ എല്ലാം കണ്ടിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഞാൻ ആസ്വദിച്ചിരുന്നു. പക്ഷേ ഈ 25 വർഷ ജീവിതത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും അല്ലാഹ് നിന്റെ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് നോക്കി ഓതാൻ എന്റെ ഈ കണ്ണുകൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാഹ്. നീ എങ്ങാനും കണ്ണിന്റെ കാഴ്ച ശക്തി എനിക്ക് തിരിച്ചു തന്നാൽ ആ കണ്ണുകൊണ്ട് ഞാനൊന്ന് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് നോക്കി ഓതട്ടെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടിക്കരയുകയാണ്. ഓ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ആവർത്തി ആദ്യം മുതൽ അവസാനം വരെ ഈ കണ്ണുകൊണ്ട്, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ണുകൊണ്ട് മുത്തായ ഹബീബായ തങ്ങളെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആരുമാരുമില്ലാത്ത ഖബറിൽ ഒരു ദിവസം നമ്മൾ അങ്ങ് ചെന്നാൽ ആ ഖബറിന്റെ ഉള്ളിൽ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചാൽ അവസാനം ഹബീബായ തങ്ങളെ കാണിക്കുമല്ലോ. എന്തൊരു സുന്ദരമായ കാഴ്ചയാണ്, എന്തൊരു സുന്ദരമായ ആനന്ദമാണ്. ഹബീബായ തങ്ങളുടെ പ്രശോഭിതമായ മുഖം കാണുമ്പോ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ ഹാദാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറഞ്ഞാൽ മലക്കുകൾ നമ്മോട് പറയുന്നൊരു മറുപടിയുണ്ട്, നംകനൗമത്തില്ലറോ, പുതിയ പിളക്കിടന്നുറങ്ങും പോലെ നിന്റെ ഖബറിൽ നീ വിശ്രമിച്ചോ മോനെ എന്ന് ഖബറാളിയോട് മലക്കുകൾ പറയുമെന്ന് കളവ് പറയാത്ത നാവുകൊണ്ട് സ്വാദിഖുൽ അമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ കാണുമ്പോ തിരിച്ചറിയാൻ കഴിയുന്ന കണ്ണാവണോ? ആ കണ്ണുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം ആ ഖുർആൻ ഓതലാണ്. ഒരു ആവർത്തി ഓദിച്ച് തീർത്തുകൂടെ? ഒരു ദിവസം ഒരു ജുസെങ്കിലും പാരായണം ചെയ്തുകൂടെ? എന്തിനാണ് ഹറാമ് കണ്ട് നടക്കുന്നത്? എന്തിനാണ് പെങ്ങളെ വൃത്തികേടിലായി സമയം ചെലവഴിക്കുന്നത്? എന്തിനാണ് അന്യ പുരുഷന്മാരോട് ചാറ്റ് ചെയ്യുന്നത്? അല്ലാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ.
മഹ്ശറ വൻസഭയിലെത്തിയപ്പോ അതേ ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്രയില് സ്വർഗം കണ്ടു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ടുവല്ലോ, നരകം കണ്ടുവല്ലോ. വേദനാജനകമായ അവസ്ഥയാണ്, വല്ലാത്ത വേദനിക്കുന്ന അവസ്ഥയാണ്. മുത്തു റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ദഖൽതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാർ തങ്ങൾ പറയാണ്, ഞാൻ എന്റെ മുത്തുനബിയുടെ അടുക്കലേക്ക് പോയി. അന വ ഫാത്തിമ, ഞാനും എന്റെ ഫാത്തിമയും കൂടെയുണ്ട്. അതേ ഫവജദ്നാഹു യബ്കി ബുകാൻ ശദീദാ. ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഞാൻ ചെന്നു മുത്തുനബിയുടെ അടുക്കലേക്ക്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് മല്ലദീ അബ്കാക. ഓ നബിയേ, എന്തിനാണ് നബിയേ നിങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അലിയേ, ഓ അലിയാരി തങ്ങളെ, ലൈലത ഉസ്രിയ ബി ഇല സമായി റഅയ്തു നിസാം മിൻ ഉമ്മതി യുഅദ്ദിബന ബി അൻവാഇൽ അദാബ്. ഓ അലിയാരി തങ്ങളെ, ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്രയില് ഞാനതാ നരകത്തിന്റെ സമീപത്തുകൂടെ പോയപ്പോ ഒരുപാട് സ്ത്രീകളെ കണ്ടു. സുബ്ഹാനല്ലാഹ്, യുഅദ്ദിബന ബി അൻവാഇൽ അദാബ്. വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവരെ വേദനിക്കുകയാണ്. ഫബകൈതു ലിമാ റഅയ്തു മിൻ ശിദ്ദതി അദാബിഹിന്ന. അവരനുഭവിക്കുന്ന വേദനാജനകമായ ശിക്ഷ കൊണ്ട് എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിശഅരിഹാ യഗ്ലി ദിമാഗുഹാ. ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ മുടി ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. ആ മുടി കൊണ്ട് അവരുടെ ശരീരം പിടിച്ചു കെട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ തലച്ചോറതാ തിളച്ച് മറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, വറഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ. വേറൊരു വിഭാഗം സ്ത്രീകളുണ്ടല്ലോ, അവരെ ഞാൻ കണ്ടു. ബിലിസാനിഹാ, അവരുടെ നാവിങ്ങനെ നീണ്ടു വളർന്നിട്ടുണ്ട്. ആ നാവ് കൊണ്ട് അവരുടെ ശരീരം ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. യസുബ്ബു അദാ വൽ ഹമീമു യസുബ്ബു ഫീ ഹൽഖിഹാ. വലിയ ശക്തമായ വേദനാജനകമായ ചുട്ടുപൊള്ളുന്ന ഹമീം എന്ന വെള്ളം അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അലിയാരി തങ്ങളെ, വറഅയ്തു ഇംറഅതൻ, വേറൊരു വിഭാഗം പെണ്ണുങ്ങളെ കണ്ടു. അത് ശുദ്ധരിജിലാഹാ ഇലാ സദിയൈഹാ. വേറൊരു വിഭാഗം അവരുടെ കാലുകളതാ പിടിച്ച് അവരുടെ നെഞ്ഞിലേക്ക് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. വയദാ ഇലാ നാസിയതിഹാ, അവരുടെ കയ്യതാ പെരടിയിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. വഖദ് സല്ലല്ലാഹു അലൈഹൽ ഹയ്യാതി വൽ അഖാരിബ്, തേളുകളും പാമ്പുകളും അവരെ വിരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. വറഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിസദിയൈഹാ. വേറൊരു വിഭാഗം പെണ്ണുങ്ങള് അവരുടെ മാറിടം ഇങ്ങനെ നീണ്ടു വളർന്നു വന്നിട്ടുണ്ട്. ആ മാറിടം കൊണ്ട് അവരുടെ ശരീരം പിടിച്ചു കെട്ടിയിട്ടുണ്ട്. വറഅയ്തു ഇംറഅതൻ റഅസുഹാ ബിറഅസി ഖിൻസീർ വബദനുഹാ ബദനു ഹിമാർ. വേറൊരു വിഭാഗം പെണ്ണുങ്ങള് അവരുടെ തല പന്നിയുടെ തലയാണ്. അവരുടെ ശരീരമുണ്ടല്ലോ, അത് കഴുതയുടെ ശരീരമാണ്. ആയിരക്കണക്കിന് ശിക്ഷകള് അവരിലേക്ക് ഇറങ്ങുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വറഅയ്തു ഇംറഅതൻ അലാ സൂറത്തിൽ കൽബി. വേറൊരു വിഭാഗം പെണ്ണുങ്ങള് നായയുടെ കോലത്തിലാണ്. വന്നാറു തദ്ഖുലു ഫീഹാ വതഖ്റുജു മിൻ ദുബരിഹാ. അതേ, അവരുടെ വായിലൂടെ തീയതാ പുറത്തു അകത്തേക്ക് കടക്കുകയാണ്. എന്നിട്ട് പിന്തുവാരത്തിലൂടെ ആ തീ പുറത്തേക്ക് കടക്കുന്നു. വൽ മലായികതു യദ്രിബൂന റഅസഹാ ബിമഖാമിയ മിന്നാർ. അതാ അവരുടെ തലക്കേക്ക് തീ കൊണ്ടുള്ള ദണ്ഡുകൊണ്ട് മലക്കുകൾ അടിക്കുന്നുണ്ട്.
ഇതങ്ങ് കേട്ടപ്പോ സദസ്സിൽ നിന്ന് കരയാൻ തുടങ്ങി ബീവി ഫാത്തിമ. പൊട്ടി പൊട്ടി കരയുകയാണ്. യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? വഖുറത ഐനി മാ കാന അഅമാലു ഹൗലാഹി അത്തവഖ അലൈഹിന്ന ഹാലുൽ അദാബ്. അതേ നബിയേ, ഇത്രമാത്രം വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകൾ ആരാണ്? സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി, ഓ എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഓ എന്റെ പെങ്ങളെ, ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് അത് നശ്വരമായ ജീവിതമല്ല. അനശ്വരമായ ജീവിതം എന്ന് പറയുന്നത് അത് ആഖിറത്തിലുള്ള ജീവിതമാണ്. ഇത് കേവലം വളരെ ചുരുങ്ങിയ ജീവിതമാണ്. ഏത് സമയത്തും അത് നശിച്ചു പോകാവുന്ന ജീവിതമാണ്. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ ശരീരമോ, നമ്മുടെ മേനിയോ, നമ്മുടെ അഹങ്കാരങ്ങളോ, നമ്മുടെ സൗകര്യങ്ങളോ, നമ്മുടെ സൗന്ദര്യങ്ങളോ ഒന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കേണ്ടതുണ്ട്. വെറുതെ ഒരു പെണ്ണ് എന്നതല്ല, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ എന്നതല്ല. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറഞ്ഞ കാല ജീവിതമാണ്. അറ്റമില്ലാത്ത ഒരു ലോകം വരാനുണ്ട്. 100 വർഷത്തെ ജീവിതമല്ല, കോടി വർഷത്തെ ജീവിതമല്ല, കോടാനുകോടി വർഷത്തെ ജീവിതമല്ല. അറ്റമില്ലാത്ത ഒരു ലോകം വരാനുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഓ മോളെ ഫാത്തിമ, അമ്മൽ മുഅല്ലഖതു ബിശഅരിഹാ, മുടി ഇങ്ങനെ നീണ്ടു വന്നിട്ട് ആ മുടി കൊണ്ട് പിടിച്ചു കെട്ടപ്പെട്ട പെണ്ണുങ്ങളുണ്ടല്ലോ, അവരാരാണെന്നറിയോ? ഫഇന്നഹാ കാനത് ലാ തുഗത്തി ശഅറഹാ മിനർ റിജാൽ. പുരുഷന്മാരിൽ നിന്ന്, അന്യ പുരുഷന്മാരിൽ നിന്ന് തന്റെ മുടിയതാ കാണിച്ചു നടന്ന പെണ്ണുണ്ടല്ലോ, അല്ലാഹു തന്ന ഷഅറ്, അത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അത് സ്ത്രീകൾക്ക് പ്രത്യേകമായി തന്നത് അവരുടെ ഭംഗിക്ക് വേണ്ടിയാണ്. ആ ഭംഗി അന്യപുരുഷന്മാരുടെ മുന്നിൽ കാണിക്കാനുള്ളതല്ല, അത് ഭർത്താവിനെ ആസ്വദിക്കാനുള്ളതാണ്. പക്ഷേ തനിക്ക് അല്ലാഹു തന്ന മുടിയുണ്ടല്ലോ, ആ മുടി അന്യപുരുഷന്മാരുടെ മുന്നിൽ കാണിച്ച് ഒരു പ്രദർശന വസ്തുവായി നീ നടന്നാൽ, കണ്ടില്ലേ ചൈനയിലെ അവിടെ പർദയെ നിരോധിച്ച രാജ്യമാണ്. മുഖം മറക്കാൻ പാടില്ല. കൊറോണ എന്ന് പറയുന്ന രോഗം വന്നപ്പോ ചൈനയിലെ പ്രസിഡന്റ് അടക്കം പ്രഖ്യാപിച്ചു, ഒരാള് പോലും ശരീരം മുഴുവനും മറക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. പർദയെ നിരോധിച്ച രാജ്യത്ത് ശരീരം മുഴുവനും മറച്ചുകൊണ്ട് പൊതുരംഗ് അതേ ഇറങ്ങാൻ വേണ്ടി നിന്നിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയാണ് അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തന്ന പർദയുണ്ടല്ലോ, ആ സുന്ദരമായ വസ്ത്രയുണ്ടല്ലോ, ആ നിഖാബുണ്ടല്ലോ, ആ മുഖം മറക്കലുണ്ടല്ലോ, ആ തലമറക്കലുണ്ടല്ലോ, അത് നിന്റെ ഭംഗിയാണ് മോളെ. നിന്റെ സൗന്ദര്യം അത് വേറൊരുത്തന്റെ മുന്നിൽ കാണിക്കാനുള്ളതല്ല. അങ്ങനെ നിന്റെ ശരീരത്തില് അല്ലാഹു തന്ന മുടിയുണ്ടല്ലോ, അത് അന്യ പുരുഷന്മാരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവായി നീ ജീവിച്ചാൽ ഭൗതികമായ ലോകത്ത് ഒരുപക്ഷേ നിന്നെ നല്ലത് പറയാൻ നല്ല ചെറുപ്പക്കാര് ഉണ്ടായി എന്ന് വരും. നീ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടാൽ നിനക്കൊരു പക്ഷേ ആയിരക്കണക്കിന് ലൈക്ക് ലഭിച്ചെന്ന് വരാ. നിന്റെ സൗന്ദര്യമാർന്ന മുഖമുണ്ടല്ലോ, അത് സ്റ്റാറ്റസ് വെച്ചാൽ നിനക്ക് ആവേശം തരാൻ ഒരുപാട് ലൈക്കുകളുമായി
പലരും നിന്റെ കൂടെയുണ്ടായെന്ന് വരാം. അവര് ഖബറിലുണ്ടാവൂല, അവര് മഹ്ശറയിലുണ്ടാവൂല. വലിയ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കണേ. സുബ്ഹാനല്ലാഹ്, അവരുടെ മുടിയതാ ഇങ്ങനെ നീണ്ടുവന്നിരിക്കുകയാണ്, എന്നിട്ട് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. അവരുടെ തലയുണ്ടല്ലോ, ആ മുടി അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രദർശന വസ്തുവാക്കി എന്നതിന്റെ പേരിൽ തിളച്ച് മറിയുകയാണ്. നഊദുബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങളെ പെൺമക്കളെ, ഞങ്ങളെ ഉമ്മമാരെ നീ കാക്കണേ അല്ലാഹ്. അള്ളാന്റെ റസൂല് പറയാണ്, അറിയോ ഫാത്തിമ, രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങള് വഅമ്മൽ മുഅല്ലഖതു ബിലിസാനിഹാ, നാവ് നീണ്ടു വളർന്ന പെണ്ണുണ്ടല്ലോ, ഫഇന്നഹാ കാനത്ത് തുസീ സൗജഹാ. നാവ് നീണ്ട് വളർന്നിട്ട് ആ നാവ് കൊണ്ട് പിടിച്ചു കെട്ടിയ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് തന്റെ ഭർത്താവിന് അല്ലാത്ത വേദനാജനകമായ വിഷയങ്ങൾ പറഞ്ഞ് അതേ ഭർത്താവിനെ വേദനിപ്പിച്ച പെണ്ണാണ്, അതേ ഭർത്താവിനെ ദുഃഖിപ്പിച്ച പെണ്ണാണ്, ഭർത്താവിനെ വിഷമിപ്പിച്ച പെണ്ണാണ്. ആ പെണ്ണിന് വേദനാജനകമായ ശിക്ഷ നാളെ ആഖിറത്തിൽ അനുഭവിക്കാനുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയ വിശാലമായ വിഷയമാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. വഅമ്മൽ മുഅല്ലഖതു ബിസദിയൈഹാ, അതേ മാറിടം നീണ്ടു വളർന്ന പെണ്ണുണ്ടല്ലോ, ഫഇന്നഹാ കാനത്ത് തുദീ ഫിറാശ സൗജിഹാ. മാറിടം നീണ്ടു വന്നിട്ട് ആ മാറിടം കൊണ്ട് ശരീരം മുഴുവനും പിടിച്ചു കെട്ടിയ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ആരാണെന്നറിയോ? അന്യ പുരുഷന്മാരെ തന്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു വന്നിട്ട് അവിടെ കിടത്തിയ പെണ്ണാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. അന്യപുരുഷന്മാരെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ആ ഭർത്താവ് കൊടുത്തയച്ച പണവും സൗകര്യങ്ങളും എല്ലാം മറന്നുകൊണ്ട്, ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷന്മാരെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നവർ ഓർത്തുകൊള്ളണം. അവരെ ഒരുപക്ഷെ ഭൗതികമായ ലോകത്ത് ഒരു ചെറിയ സുഖം ലഭിച്ചു എന്ന് വരാം, പക്ഷേ ആഖിറമായ ലോകത്ത് കാത്തിരിക്കുന്ന വേദന, ശിക്ഷ അതികഠിന കഠോരമാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, വഅമ്മല്ലതീ ശുദ്ധരിജിലാഹാ ഇലാ സദിയൈഹാ വയദാഹാ ഇലാ നാസിയതിഹാ. കാല് പിടിച്ച് നെഞ്ഞിലേക്ക് പിടിച്ചു കെട്ടിയ പെണ്ണുണ്ടല്ലോ, കയ്യതാ പിരടിയിലേക്ക് പിടിച്ചു കെട്ടിയ പെണ്ണുണ്ടല്ലോ, പാമ്പുകളും തേളുകളും അവരുടെ ശരീരത്തിൽ ഇങ്ങനെ അതാ തിളച്ചു മറിയുകയാണ്. അങ്ങനെയുള്ള പെണ്ണുണ്ടല്ലോ, ഫഇന്നഹാ കാനത്ത് ലാ തഗ്തസിലു മിനൽ ജനാബത്തി വൽ ഹൈലി വതസ്തസിഹു ബിസ്സലാ. രാത്രി ഭർത്താവിന്റെ കൂടെ സുഖകരമായി കിടന്നുറങ്ങിയ പെണ്ണാണ്, ഭർത്താവുമായി ആനന്ദത്തോടെ കഴിഞ്ഞ പെണ്ണാണ്. എന്നിട്ട് ജനാബത്തുകാരിയായി അല്ലാഹു തരുന്ന വലിയ അനുഗ്രഹങ്ങളാണ്, അതെല്ലാം സുന്ദരമായി ഉപയോഗപ്പെടുത്തി. പക്ഷേ ജനാബത്തുകാരിയായി എന്നിട്ടതാ സുബഹിയുടെ ബാങ്ക് കൊടുക്കുമ്പോ ഒന്ന് എഴുന്നേറ്റിട്ട് ജനാബത്ത് കുളിക്കാതെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനിക്കുള്ള വേദനയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന് കൂടെ കിടന്നുറങ്ങിയിട്ട് ജനാബത്തുകാരിയായിട്ട് ഞാൻ എങ്ങനെ ഈ തണുപ്പത്ത് കുളിക്കുമെന്ന് ചിന്തിക്കുകയാണ്. രാത്രി എഴുന്നേൽക്കുന്നില്ല, സുബഹിന് മുമ്പ് എഴുന്നേൽക്കുന്നില്ല, ജനാബത്ത് കുളിക്കുന്നില്ല, സുബഹി നിസ്കരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ കാത്തുകൊള്ളണം മോളെ, വല്ലാത്ത വേദനാജനകമായ ശിക്ഷയാണ്. നിന്റെ കാലതാ നെഞ്ഞിലേക്ക് മാറിടത്തിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. എന്നിട്ടതാ തന്റെ കയ്യെ
പിരടിയിലേക്ക് പിടിച്ചു കെട്ടുന്നു. പാമ്പുകളും തേളുകളും തുറന്നു വിടുകയാണ്. എത്രമാത്രം വേദനാജനകമായ ശിക്ഷയാണ്. അള്ളാഹുവിനെ ഓർക്കേണ്ട സമയത്ത് ഓർക്കണേ. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനതാ മുത്തുനബിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മരണത്തിന്റെ അവസാന നിമിഷമാണ്. ഏത് സമയവും ഹബീബായ തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ കാത്തു നിൽക്കുകയാണ്. വേദനയോടെ ഞാനിങ്ങനെ ചെന്നു. മുത്തുനബിയുടെ സമീപത്ത് ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ സഹോദരനായ അതേ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ മുത്തുനബിയുടെ അടുക്കലേക്ക് കടന്നു വന്നു. അവരുടെ കയ്യിലൊരു മിസ്വാക്കുണ്ട്. ഹബീബായ തങ്ങൾ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആ മിസ്വാക്ക് മുത്തുനബിക്ക് ആവശ്യമുണ്ട്. ഞാൻ എന്റെ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, ഓ നബിയേ, നിങ്ങൾക്ക് മിസ്വാക്ക് ആവശ്യമുണ്ടോ? ഉണ്ട് എന്ന രൂപത്തിൽ അവിടുന്ന് തലയിങ്ങനെ ആട്ടുകയാണ്. ഞാനതാ മിസ്വാക്ക് വാങ്ങിയിട്ട് എന്റെ തുപ്പുനീര് കൊണ്ട് അതൊന്ന് മയപ്പെടുത്തിയിട്ട് ആ തുപ്പുനീര് എന്റെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ വായയിലേക്ക് വെച്ചിട്ട് മുത്തുനബിയുടെ അതാ സുന്ദരമായ വായൊന്ന് പല്ലു തേച്ചു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങളുടെ സമീപത്ത് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് ഹബീബായ തങ്ങൾ കൈയിടുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് അവിടുത്തെ മുഖവും വായയും കഴുകുന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് എന്റെ റസൂലുള്ളാഹ് എന്നെ ഇങ്ങനെ വിളിക്കുന്നു. ഞാനിങ്ങനെ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്. യാ ആയിഷ ഇന്നലിൽ മൗതി സക്കറാത്ത്. ഓ മോളെ ആയിഷ, മരണത്തിന് ഒരു വേദനയുണ്ട് മോളെ. മരണത്തിനൊരു വേദനയുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങളുടെ ചുണ്ട് എന്തോ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ചെവി എന്റെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ചുണ്ടിന്റെ സമീപത്ത് വെച്ചപ്പോ അള്ളാന്റെ റസൂല് പറയാണ്, അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരത്തിന്റെ കാര്യം അത് ശ്രദ്ധിക്കണേ, അത് ശ്രദ്ധിക്കണേ. സുബ്ഹാനല്ലാഹ്. ഭർത്താവിന്റെ കൂടെ കിടന്നുറങ്ങിയാലും കിടന്നുറങ്ങിയില്ലെങ്കിലും ഓ യുവാക്കളെ, 5 വക്ത് നേരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നാഥനായ റബ്ബിനെ കൃത്യമായി 5 വക്തില് ഓർക്കണേ. അടിച്ചുപൊളിയുടെ കാലത്ത് ഒരു വക്ത് നിസ്കാരം പോലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. മരണത്തിന്റെ അവസാന സമയവും ഹബീബായ തങ്ങൾ തേങ്ങുന്ന മനസ്സോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവിടുന്ന് പറഞ്ഞ വാചകം അസ്വലാ, നിസ്കാരത്തിന്റെ കാര്യമാണ്. 5 വക്ത് നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം മകനോട് നടത്തിയ ഉപദേശങ്ങളിലെ ഏറ്റവും വലിയ ഉപദേശം, മോനെ യാ ബുനയ്യ അഖ്മിസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം മോനെ. ഏതാണ് അന്നത്തെ കാലത്ത് നിസ്കാരം? മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കാലഘട്ടത്തിൽ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു തന്ന വളരെ സുന്ദരമായ 5 വക്ത് നിസ്കാരം അത് മറന്നുകൊണ്ട് നമ്മൾ എന്ത് മുസ്ലിമാണ്? നമ്മൾ എന്ത് മുസ്ലിമാണ്?
അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരാനുള്ള മനസ്സ് നമുക്ക് വേണ്ടേ? വഫാത്തിന്റെ അവസാന സമയവും മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കൈയിട്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കൈയിട്ട് തന്റെ വീട്ടിൽ നിന്ന് മദീന പള്ളിയിലേക്ക് വരികയാണ്. റഹ്മത്തുൽ ലിൽ ആലമീനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ കൂടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ, ജനാബത്തുകാരനാവുകയാണ്, ജനാബത്തുകാരിയാവുകയാണ്. സുബഹിക്ക് ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോ ഇനിയിപ്പോ എഴുന്നേൽക്കണ്ടേ, ഞാൻ എങ്ങനെ ഈ തണുപ്പത്ത് കുളിച്ച് നിസ്കരിക്കും? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പുതപ്പിന്റെ ഉള്ളിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. നല്ല സുഖമുണ്ടാവും ഉറങ്ങാൻ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ പറയാണ്, മഹ്ശറയിലെ നാളെ നരകത്തിലെ ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എന്താണ് അവരുടെ അവസ്ഥ എന്നറിയോ? അവരിങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. നല്ല ഉറക്കിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ അടുക്കലേക്ക് മലക്കുകൾ ഇങ്ങനെ വരികയാണ്. എന്നിട്ടതാ വലിയ കല്ലെടുത്തിട്ട് അവരുടെ തലക്ക് മുകളിലേക്ക് ഇടുകയാണ്. ആ തലക്ക് മുകളിലേക്ക് ഇടുമ്പോ അവരുടെ തലയൊക്കെ ഇങ്ങനെ ചിന്നിച്ചിതറുകയാണ്. വീണ്ടും അവരുടെ തല പഴയ രൂപത്തിലേക്ക് മടങ്ങുകയാണ്. വീണ്ടും ആ വലിയ കല്ലെടുത്തിട്ട് അവരുടെ തലക്ക് മുകളിലേക്ക് ഇടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അവരാരാണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിസ്കരിക്കാതെ കിടന്നുറങ്ങിയവരാണ്. ഇപ്പൊ നല്ല ഉറക്കിന് നല്ല സുഖമുണ്ടാവും അല്ലെ? AC ഇട്ട റൂമിലാണെങ്കിൽ പറയേ വേണ്ടതയില്ല. നല്ല തണുപ്പുള്ള പ്രഭാത സമയത്താണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. നല്ല രസമുണ്ടാവും ഉറങ്ങാൻ. പക്ഷെ എത്ര കാലം നമ്മൾ ഉറങ്ങും? ആ ഉറക്ക് എത്ര കാലം നീണ്ടു നിൽക്കും? ആ ഉറക്കിൽ എഴുന്നേൽക്കണം. എന്നിട്ട് ജനാബത്തുകാരിയാണോ പെങ്ങളെ, നീയൊന്ന് ജനാബത്ത് കുളിക്കണേ. നിന്റെ ഭർത്താവ് അതിനെ കൂട്ടാക്കുന്നില്ലെങ്കിൽ ആ ഭർത്താവിനെ വിളിച്ചുണർത്താൻ നീ നല്ല ധൈര്യം കാണിക്കണേ. ഭർത്താവിനെ പറഞ്ഞു ഉപദേശിച്ചിട്ട് ആ ഭർത്താവിനോട് നിങ്ങളും സുബഹി നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. സുബ്ഹാനല്ലാഹ്. എത്ര ആളുകളാണ് നല്ല സുഖമായി കിടന്നുറങ്ങുകയാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ്. ഹൈദ് കുളിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. അതേ പെങ്ങളെ, കൂടുതൽ ആളുകളും ഹൈദിന്റെ കുളി കുളിക്കുന്നവരാണ്. പക്ഷേ ചെറിയൊരു വിഭാഗം പെണ്ണുങ്ങള് അതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യമാണോ? അത് നിസ്സാരമായ കാര്യമല്ലേ? ഒന്ന് കുളിച്ചില്ലെങ്കിൽ എന്താ എന്ന് ധരിക്കുന്നവരുണ്ട്. അവരെയും കാത്തിരിക്കുന്നത് ഈ വേദനാജനകമായ ശിക്ഷയാണ്. വഅമ്മല്ലതീ റഅസുഹാ റഅസു ഖിൻസീർ വബദനുഹാ ബദനു ഹിമാർ. ഒരു വിഭാഗം പെണ്ണുങ്ങള് അവരുടെ ശരീരമുണ്ടല്ലോ, അതെ പന്നിയുടെ കോലമാണ്, പന്നിയുടെ തലയാണ്, അതുപോലെ കഴുതയുടെ ശരീരമാണ്. അവരാരാണെന്നറിയോ? ഫഇന്നഹാ കാനത്ത് നമ്മാമത്തുൻ കദ്ദാബാ. നമീമത്ത് പറഞ്ഞു നടക്കുന്ന പെണ്ണാണ്, ഏഷണി പറഞ്ഞു നടക്കുന്ന പെണ്ണാണ്, കളവ് പറഞ്ഞു നടക്കുന്ന പെണ്ണാണ്. അപ്പുറത്തെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ കുറിച്ച് നമീമത്ത് പറയുകയാണ്, ഏഷണി പറയുകയാണ്. മരുമകളെ കുറിച്ച് അമ്മായുമ്മ അതേ ഏഷണി പറയുകയാണ്. അമ്മായുമ്മയെ കുറിച്ച് സ്വന്തം വീട്ടിൽ പോയിട്ട് സ്വന്തം കുടുംബക്കാരോട് നമീമത്ത് പറയുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി പറഞ്ഞു ജീവിക്കുകയാണ്. ഓർത്തോ, നാളെ നരകത്തിലെത്തിയാൽ ശരീരത്തിന്റെ തലയുണ്ടല്ലോ, അത് പന്നിയുടെ തലയാണ്, അത് കഴുതയുടെ ശരീരമാണ്. വേണ്ട പെങ്ങളെ, എന്തിനാണ് മറ്റു മനുഷ്യരുടെ പച്ചമാംസം തിന്നിട്ട് നമുക്കെന്ത് കിട്ടാനാ?
കളവാണ്, പച്ചക്കളവുകൾ പറയുകയാണ്. ഭർത്താവിനോട് കളവ്, കുടുംബക്കാരോട് കളവ്, കൂട്ടുകാരോട് കളവ്, സർവരോടും പച്ചക്കളവുകൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു കളവും നമ്മൾ പറഞ്ഞുകൂടാ. ഹബീബായ തങ്ങള് ഏറ്റവും വെറുത്ത കാര്യമാണ് കളവ് പറയുന്നത് കേട്ടോ. വേറൊരു വിഭാഗം സ്ത്രീകള് വമ്മല്ലത്തി അലാ സൂറത്തിൽ കൽബി വന്നാറു തദ്ഖുലു മിൻ ഫീഹാ വതഖ്റുജു മിൻ ബുതൂനിഹാ മിൻ ദുബുരിഹാ. സുബ്ഹാനല്ലാഹ്, വേറൊരു വിഭാഗം പെണ്ണുങ്ങള് അവരുടെ ശരീരം നായയുടെ കോലമാണ്. വായയിലൂടെ തീയകത്തേക്ക് കിടക്കുന്നു, പിന്തുവാരത്തിലൂടെ ആ തീയതാ പുറത്തേക്ക് കിടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ ഫാത്തിമ ഉമ്മ ചോദിക്കുകയാണ്, നബിയേ അവരാരാണ് ബാപ്പാ? അള്ളാന്റെ റസൂല് പറയാണ്, മോളെ ഫാത്തിമ, ഫഇന്നഹാ കാനത് മന്നാനാ ഹസാദാ. അന്യരുടെ മുന്നില് വലിയ മേനി പറഞ്ഞു നടന്ന പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്, അനാവശ്യമായി അസൂയ കൽബിൽ വെച്ച് നടന്ന പെണ്ണാണ്. എന്തിന് നമ്മൾ അസൂയ വെക്കണോ? അപ്പുറത്തെ വീട്ടുകാരനൊരു കാറുണ്ടായാലെന്താ, ഒരു നല്ല വീടുണ്ടായാലെന്താ, അതേ അപ്പുറത്തെ വീട്ടിലെ മകൾക്ക് ഒരു നല്ല ഭർത്താവിനെ ലഭിച്ചാലെന്താ, എന്ത് സൗകര്യങ്ങൾ ലഭിച്ചാലെന്താ, അത് അള്ള കൊടുത്തതല്ലേ. അള്ള കൊടുത്തത് എന്തിനാണ് അതിന്റെ പേരിൽ നമ്മൾ അസൂയ വെക്കുന്നത്? ഒരിക്കലും അതിന്റെ പേര് അസൂയ വെക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വേദനാജനകമായ ശിക്ഷയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഖൽബ് നന്നാക്കി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ക് വെച്ച് മഹബത്ത് വെച്ച് നല്ല യുവത്വത്തിന്റെ സമയം, നല്ല പ്രായങ്ങള്, എന്റെ യുവാക്കളെ, പെങ്ങളെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കണേ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഒരൊറ്റ ഒരു ചരിത്രം കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം അതേ സ്വന്തം മകനെ ഉപദേശിക്കുകയാണ്. മോനെ, പൊന്നു മോനെ, വലിയ ഉപദേശങ്ങൾ നടത്തുകയാണ്. എന്താണ് പറയുന്നത്? വഅ്മുറു ബിൽ മഅറൂഫി വനഹാനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കണേ, മോശമായത് വിരോധിക്കണേ. അനാവശ്യങ്ങളിലേക്ക് നിന്റെ സമയം നീ ചെലവഴിച്ചുകൂടാ. ഏത് വലിയ ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിലും സത്യം തുറന്നു പറയാൻ നിന്റെ യുവത്വം നീ ചെലവഴിക്കണേ. ഓ യുവാക്കളെ, പുതിയ പ്രതിസന്ധികളല്ലേ നമ്മുടെ മുന്നിലുള്ളത്. പൗരത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ഏത് വലിയ അക്രമകാരിയായ ഭരണാധികാരിയാണെങ്കിലും നമ്മുടെ സമയം വെറുതെ ചെലവഴിക്കേണ്ടവരല്ല. അക്രമകാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം വിളിച്ചു പറയാനുള്ള നല്ല യുവത്വ സമയമാണ്. പ്രക്ഷോഭ പരിപാടികളിൽ നമ്മൾ മുന്നിലുണ്ടാകണം. നമ്മൾ പിന്മാറേണ്ടവരല്ല. നന്മ കൽപ്പിക്കലോ തിന്മയെ വിടിയലോ അതിനു വേണ്ടി ഉപദേശിക്കലോ, അങ്ങനെ സ്വന്തം കൂട്ടുകാരൻ തിന്മയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവന്റെ കൈപിടിച്ച് നന്മയിലേക്ക് കൊണ്ടുവരലും. ഓ യുവാക്കളെ, ഓ പെങ്ങളെ, അത് നമ്മുടെ കടമയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര ചെറുപ്പക്കാരാണ് തെറ്റുകളിലേക്ക് നീങ്ങുന്നത്. വായയുടെ ഉള്ളില് സുബ്ഹാനല്ലാഹ് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത പല ഹറാമായ വസ്തുക്കളും ഉപയോഗിക്കുകയാണ്, നജസുകൾ ഉപയോഗിക്കുകയാണ്. സുന്ദരമായ പാനീയം സ്വർഗീയ ലോകത്ത് വെച്ച് കഴിക്കാനുണ്ട്. ആ സുന്ദരമായ പാനീയം കുടിക്കുന്നതിന് തടസ്സമാകുന്ന രൂപത്തില് ഭൗതികമായ ലോകത്ത് പല ഹറാമുകളും ഉപയോഗിക്കുകയാണ്. ഒരു ദിവസം അതാ നിന്റെ വായയുമായി
നീ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഡോക്ടർ പരിശോധിക്കുകയാണ്. പരിശോധിച്ചിട്ട് അതാ രക്തത്തിന്റെ സാമ്പിൾ എടുക്കുകയാണ്. അതാ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് അയക്കുകയാണ്. ഒരാഴ്ച നീ റെസ്റ്റിന് നീ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കണേ. ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അതാ നിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ നിന്നെ വിളിക്കുകയാണ്. ഡോക്ടർ നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്, ബാപ്പ വന്നിട്ടുണ്ട്. എങ്കിൽ നീയൊന്ന് പുറത്തു പോകുമോ? നിന്റെ ബാപ്പയെ ഒന്ന് വിളിക്കുമോ? സുബ്ഹാനല്ലാഹ്, ബാപ്പയതാ ഡോക്ടറുടെ സമീപത്തേക്ക് എത്തുകയാണ്. ബാപ്പയോട് ഡോക്ടർ പറയാണ്, നിങ്ങളുടെ മകന്റെ രക്തത്തിന്റെ പരിശോധന, വായയിലുള്ള ഉമിനീരിന്റെ പരിശോധന വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മകന് മാരകമായ ക്യാൻസറിന്റെ അതുപോലെയുള്ള മാരകമായ രോഗത്തിന്റെ അടിമയാണ് നിങ്ങളുടെ മകനെന്ന്. ഓ യുവാക്കളെ, നമ്മുടെ ബാപ്പയോട് പറഞ്ഞാൽ, നമ്മുടെ ജ്യേഷ്ഠനോട് പറഞ്ഞാൽ അവരുടെ മനസ്സ് തകരൂലേ? ഞാൻ പൊന്നുപോലെ വളർത്തിയ മോനെ ഇന്ന് വലിയ മാരകമായ രോഗത്തിന്റെ അടിറ്റാണല്ലോ. എന്തിനാണ് ഈ വൃത്തികേടുകൾ ഉപയോഗിക്കുന്നത്? നിന്റെ സൗന്ദര്യം വർദ്ധിക്കുമോ? നിന്റെ ആരോഗ്യത്തിന് ശക്തി കൂടുമോ? മറ്റു അന്യ പെണ്ണിന്റെ മുന്നില് നിന്റെ സൗന്ദര്യം കാണിക്കാൻ നിനക്ക് കഴിയുമോ? ഇല്ല ഇല്ല, സർവമായ നാശമാണ്, ആരോഗ്യത്തിന് ക്ഷയമാണ്, വലിയ മാരകമായ രോഗങ്ങളാണ്, നിന്റെ സൗന്ദര്യം നഷ്ടപ്പെടലാണ്. ഒരു ഉപയോഗവുമില്ലാത്ത ഈ മദ്യവും മയക്കുമരുന്നും. ഓ യുവാക്കളെ, നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെ ഉപയോഗിച്ച നമ്മുടെ ശരീരത്തിൽ മാരകമായ രോഗമാണെന്ന് നമ്മൾ അറിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ എന്തിനു കൊള്ളൂ? അല്ലാഹുവേ, നീ തന്ന ആഫിയത്ത്, നീ തന്ന ആരോഗ്യം നല്ലതിനു വേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനമായൊരു കാര്യം കൂടി പറയാണ്, വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാമിന്റെ ഉപദേശമാണ്. മോനെ, നിനക്കെന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് വേദനകൾ വന്നാലും, എന്ത് ദുഃഖങ്ങൾ വന്നാലും അതിന്റെ പേരില് നീ നല്ല ക്ഷമയുള്ളവനാവണേ. നിന്റെ ഈമാനിന് സംരക്ഷണം കൊടുക്കണേ. പേടിച്ചു പോകേണ്ടവനല്ല, ഭീരുവായി കഴിയേണ്ടവനല്ല, നല്ല ധൈര്യത്തോടെ കഴിയേണ്ടവനാണ്. ഗുജറാത്തിന്റെ തെരുവീതികളില് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞപ്പോ ഖുതുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ അതാ കടാരയുമായി ഒരു അക്രമി മുന്നിലേക്ക് വന്നപ്പോ കൈനീട്ടിക്കൊണ്ട് എന്നെ കൊല്ലല്ലേ എന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അത് അള്ളാഹിന്റെ ദീനിന്റെ സിംബലല്ല, അത് അള്ളാഹിന്റെ ദീനിന്റെ അടയാളമല്ല. അത് അല്ലാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ. ഏത് അക്രമിയായാലും, ഏത് തോന്നിവാസിയായാലും അത് അതേ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ആ സമയത്ത് ഭീരുവായി പേടിച്ച് മാറേണ്ടവനല്ല, ദീനിനെ നഷ്ടപ്പെടുത്തേണ്ടവനല്ല, അല്ലാഹു തന്ന ഈമാൻ അത് നഷ്ടപ്പെടുത്തേണ്ടവനല്ല. ആ ഈമാനിനെ മുറുകെ പിടിച്ച് ഏത് അക്രമകാരിയുടെ മുന്നിലും അതേ സധൈര്യം അല്ലാഹു തന്ന ഈമാൻ വിളിച്ചു പറയാനുള്ള നല്ല ധൈര്യം കാണിക്കണേ. ഇനിയൊരു കാലമെന്ന് പറയുന്നത് എന്തും സംഭവിച്ചു പോകാവുന്ന കാലമാണ്. അതേ നിങ്ങൾ കണ്ടില്ലേ, അതിന് റോഹിംഗ്യൻ മുസ്ലിമീങ്ങള് അതുപോലെ എത്ര മുസ്ലിമീങ്ങളാണ് അവരുടെ നാടുകളിൽ നിന്ന് അവരെ പുറത്താക്കുകയാണ്. നാട്ടിൽ നിന്ന് പുറത്തേക്കുന്ന സമയം അവരൊരു നിമിഷം അവര് പറഞ്ഞ, നിങ്ങളെ ബർമ്മയിൽ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ ആശയുണ്ട്, നിങ്ങളെ ബുദ്ധമതത്തില് ഞങ്ങളൊരു മെമ്പറാവാം, ഞങ്ങളെ നടുക്കടലിലേക്ക് കപ്പലിൽ കയറ്റി അയക്കരുതേ എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷേ
ഇനി എന്ത് ജീവിതമെന്ന ചോദ്യത്തിന്റെ മുന്നിൽ നടുക്കടലിലേക്ക് കപ്പലിൽ കയറ്റി പറഞ്ഞയക്കുമ്പോഴും അവരുടെ ഈമാൻ അവര് നഷ്ടപ്പെടുത്തിയില്ല. ഈമാനികമായ ആവേശമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അത് മരണം വരെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. പ്രയാസങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. പറയട്ടെ, റോമിന്റെ ഭരണാധികാരിയായ സീസറിന്റെ അടുക്കലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനിൽ ധീരനായ 21 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്തു സലമി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നു. സുബ്ഹാനല്ലാഹ്. സീസറദാ റോമിന്റെ ഭരണാധികാരി കൈസറദാ മഹാനവറുകളെ പിടികൂടുകയാണ്. എന്നിട്ട് പറയുന്നു, ഓ അബൂ ഖുദാഫ, ദീനിൽ നിന്ന് മാറാൻ തയ്യാറായാൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായി നിന്നെ ഞങ്ങൾ നിശ്ചയിക്കാം എന്ന് പറഞ്ഞപ്പോ ധീരനായ മഹാനവറുകളെ അതാ ഭരണാധികാരിയുടെ മുഖത്തേക്ക് നോക്കി പറയാ, എന്നെ നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊന്നാലും അള്ളാന്റെ ദീനിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഒരിക്കലും ഞാൻ പിന്മാറൂല. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല, ഈ ദീനിൽ നിന്ന് ഞാൻ പുറത്തു പോകുകയില്ല. സുബ്ഹാനല്ലാഹ്. മഹാനവറുകളെ പിടിച്ചു കെട്ടുകയാണ്, ഒരു കുരിശിന്റെ മുകളിൽ തറക്കുകയാണ്. എന്നിട്ട് പേടിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. കാലങ്ങളെ പല ഭരണാധികാരികളും അതാത് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പേടിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പുതിയ കാലത്തെ പേടി പൗരത്വത്തിന്റെ പേരിലുള്ള പേടിയാണെങ്കിൽ കഴിഞ്ഞകാല ഭരണാധികാരികൾ അവരെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നേരെ വേദനാജനകമായ പേടിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു കുരിശിന്റെ മുകളിൽ തറക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫ, ഈ ദീനിൽ നിന്ന് പിന്മാറി ക്രിസ്തീയ മതത്തിൽ നീ മെമ്പറായാൽ ഈ കുരിശ് മരത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. ഇല്ല ഇല്ല, ഞാൻ പിന്മാറൂല. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്തെന്നറിയാ? വിദഗ്ധന്മാരായ വലിയ അമ്പെയ്ത്തുകാരെ കൊണ്ടുവരികയാണ്. എന്നിട്ട് മഹാനവറുകളുടെ ശരീരത്തിന്റെ നേരെ ഓരോ അമ്പുകളും എയ്ത് വിടുന്നു. ഒന്നും ശരീരത്തിൽ തറക്കാൻ പാടില്ല. ഒന്ന് ചെവിയുടെ സമീപത്തൂടെ കടന്നു പോകണം, ഒന്ന് തലയുടെ മുകളിലൂടെ കടന്നു പോകണം. അങ്ങനെ അതാ നൂറുകണക്കിന് അമ്പുകള് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലൂടെയും അതിശീഘ്രം കടന്നു ചെന്ന് മഹാനവറുകളെ പേടിപ്പെടുത്തുന്നു. ഓരോ അമ്പുകളും കടന്നു വന്നപ്പോ പുഞ്ചിരിച്ച് ഓരോ അമ്പിനെയും സ്വീകരിക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്തു സലമി. സുബ്ഹാനല്ലാഹ്. പിന്നെയും ആ വലിയ ദൗത്യം പരാജയപ്പെടുകയാണ്. രണ്ടാമത് എന്ത് ചെയ്തെന്നറിയോ? അതാ വലിയ തീക്കുണ്ടാരം കൊണ്ടുവരികയാണ്. ആ തീക്കുണ്ടാരത്തിന്റെ മുകളില് വലിയ പാത്രങ്ങൾ വെക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുകളില് സൈത്തെണ്ണ ഒഴിക്കുന്നു. ഈ എണ്ണയതാ തീയിലിങ്ങനെ കിടന്ന് തിളക്കാൻ തുടങ്ങി. തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് അബൂ ഖുദാഫത്തു സലമി റളിയല്ലാഹു അൻഹുവിനെ അതിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നു, അബൂ ഖുദാഫ, നിന്റെ ദീനിൽ നിന്ന് പിന്മാറാൻ നീ തയ്യാറാണോ? മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ഞാൻ പിന്മാറൂല. നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കൊന്നാലും അള്ളാന്റെ ദീനിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറല്ല. സ്വന്തം അനുയായികളെ പിടികൂടുകയാണ്. എന്നിട്ട് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് എടുത്തെറിയുകയാണ്. അവരെല്ലാവരും തീയിലേക്ക് വീഴുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുന്നു. പേടിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
അവസാനം അതാ ഓരോരുത്തരെയും ആ എണ്ണയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ്. കൺമുന്നിൽ നിന്ന് അവര് എണ്ണയിൽ കിടന്ന് വെന്തുരുകുന്നു. ഇത് കണ്ണുകൊണ്ട് കാണുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫത്തുസ് സലമി റളിയല്ലാഹു അൻഹു 21 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ എത്തിയപ്പോ മഹാനവറുകളെ കരയാൻ തുടങ്ങി. വല്ലാതെ അങ്ങ് കരയുന്നു. ചോദിക്കുന്നു, റോമിന്റെ ഭരണാധികാരിയായ കൈസർ ചോദിക്കുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, എന്തിനാണ് കരയുന്നത്? തീയിലേക്ക് തീയിലേക്ക് ഇടുമെന്ന് പേടിച്ചിട്ടാണോ നിന്നെ വെറുതെ വിടാ? മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, അതിന്റെ പേരിൽ കരയുകയല്ല. എന്റെ ശരീരമതാ ഈ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോ അത് അനുഭവിക്കാൻ എനിക്കൊരു ശരീരമല്ലയോ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ശരീരം എനിക്കുണ്ടായിരുന്നുവെങ്കിലേ ആ വലിയ മഹത്വം, ആ വലിയ കൂലി എന്റെ എല്ലാ അവയവങ്ങൾക്കും എന്റെ എല്ലാ ശരീരത്തിനും ലഭിക്കുമായിരുന്നുവല്ലോ. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടൊന്നും മഹാനവറുകളെ പിൻവാങ്ങാൻ തയ്യാറല്ല എന്നറിഞ്ഞപ്പോ, ഓ മുഅ്മിനീങ്ങളെ, പിന്നെയും അതാ വലിയ പരീക്ഷണങ്ങൾ വരികയാണ്. ഒരു റൂമിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. സുന്ദരിയായ ഒരു പെണ്ണിനെ റൂമിന്റെ അകത്തളങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. സുബ്ഹാനല്ലാഹ്. നല്ല സുന്ദരിയായ പെണ്ണ് റൂമിന്റെ അകത്തളങ്ങളിലേക്ക് ചെല്ലുകയാണ്. ഇബാദത്തിലാണ്. മഹാനവറുകളെ തട്ടി വിളിക്കുന്നു. നീ ആരാണെന്ന് ചോദിക്കുന്നു. ഞാനൊരു സുന്ദരിയായ ഒരു പെണ്ണാണ്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മഹാനവറുകൾ പറഞ്ഞു, മോളെ, ഈ നൈമിഷികമായ സുഖമുണ്ടല്ലോ, ഈ സുഖം കുറഞ്ഞ സമയത്തേക്കുള്ള സുഖമാണ്. ഈ സുഖം ഞാൻ ആസ്വദിച്ചാൽ ആഖിറമാകുന്ന ലോകത്തെ കാലാകാലം ഞാൻ ആസ്വദിക്കേണ്ട ഒരു ആസ്വാദനമുണ്ട്. അത് എനിക്ക് ആസ്വദിക്കാൻ കഴിയൂല, ഇതിന് എന്നെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ഈ റൂമിൽ നിന്ന് പുറത്തു പോയിക്കോ. പെണ്ണ് പേടിച്ച് പുറത്തേക്ക് വരുമ്പോ സീസറിന്റെ പട്ടാളക്കാര് പുറത്ത് കാത്തു നിൽക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കാട്ടുതീ പോലെ ആ വിവരം ലോകത്ത് മുഴുവനും പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി പട്ടാളക്കാര് പുറത്ത് കാത്തു നിൽക്കുകയാണ്. പെണ്ണിനോട് ചോദിച്ചു, നിന്നെ എന്ത് ചെയ്തു? അദ്ദേഹം കല്ലാണോ മനുഷ്യനാണോ? എന്റെ മുഖത്തേക്ക് പോലും അദ്ദേഹം നോക്കിയില്ല. അതേ ദൗത്യം പരാജയപ്പെടുകയാണ്. ഇനിയും അതേ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്ന് കണ്ടപ്പോ അവസാനമായി അതാ കൈസറിന്റെ റോമയുടെ ഭരണാധികാരി സീസർ പറയുകയാണ്, എന്റെ നെറ്റിത്തടത്തിൽ ഒന്ന് ചുംബിക്കുമോ? സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ ചുംബിക്കുകയില്ല. പക്ഷേ ഒരു നിബന്ധന എനിക്കുണ്ട്. നിങ്ങളുടെ നെറ്റിത്തടം ഞാൻ ചുംബിക്കാം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഈ നാട്ടിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന എന്റെ കൂടെ വന്ന അനുയായികളുണ്ടല്ലോ, ആ അനുയായികളെ മുഴുവൻ ആളുകളെയും
നിങ്ങൾ വെറുതെ വിടാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കാൻ ഞാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്, അതെ, അതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ മഹാനവറുകളെ ആ സീസർ എന്ന റോമന്റെ ഭരണാധികാരിയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ മഹാനവറുകള് തന്റെ കൂടെയുള്ള ആളുകളെയും കൂട്ടി ഇലൽ മദീനത്തിൽ മുനവ്വറ, മദീനയിലേക്ക് കടന്നു ചെല്ലുകയാണ്. സുറൽ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് ബിലിഖാഇഹി വഇൻദ അമലി ഇൽമിഹി ബിൽഖിസ്സാസ്. അതേ, വിവരങ്ങൾ അറിയുകയാണ്. എല്ലാവരും മദീനയിൽ എത്തിയിരിക്കുകയാണ്. ഉണ്ടായ ചരിത്രം മുഴുവനും മഹാനവറുകൾ അമീറുൽ മുഅ്മിനീന്റെ മുന്നിൽ വിശദീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. തന്റെ എല്ലാ മദീനയിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാണ് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ടൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും നിർബന്ധമാണ് അയ്യുഖബ്ബില റഅ്സു അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ നെറ്റിത്തടം എല്ലാവരുടെ മേലും ചുംബിക്കൽ നിർബന്ധമാണ്. വാന അബ്ദു, ആദ്യമായി ഞാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു അബൂ ഖുദാഫത്തു സലമി റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്.